തൈക്കാട് ശ്രീ അയ്യ മിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അയ്യ ഗുരുകുല സെക്രട്ടറി എന്ന സ്ഥാനം വഹിക്കുന്നു. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് തൈക്കാട് ശ്രീ അയ്യ ഗുരുസ്വാമിയുടെ സമാധി വാർഷികത്തോടനുബന്ധിച്ച് ഉള്ള അനുസ്മരണ സമ്മേളനവും ആഘോഷവും നമ്മൾ മീഡിയ സുഹൃത്തുക്കളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്നിവിടെ ഡയസിൽ ഇരിക്കുന്നത് അയ്യ മിഷന്റെ കുലപതിയും ചെയർമാനും ആയ ഡോക്ടർ ജി രവികുമാർ ആണ്. സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ ഇരിക്കുന്ന ബാക്കി എല്ലാവരെയും വേണ്ടി ഡയസിലിരിക്കുന്നവരെ പരിചയപ്പെടുത്തുകയാണ്. അയ്യ മിഷന്റെ സെക്രട്ടറി എന്ന് പറയുന്നത് ജി ഗീതാദേവിയാണ്. മേഡമാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ ട്രഷറർ എൻ മണികണ്ഠൻ നായർ, അദ്ദേഹം ഇവിടെ ഇരിക്കുന്നു. പിന്നെ ശ്രീ രാജ് കോർഡിനേറ്റേഴ്സ്, നമ്മുടെ ക്ഷേത്ര പൂജ കാര്യങ്ങളുടെ എല്ലാം ചുമതല വഹിക്കുന്നത് രാജുണ്ട്. പിന്നെ കോർഡിനേറ്റ് അഡ്മിനിസ്ട്രേഷന്റെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഈ ബാലകൃഷ്ണ പൈ, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം പ്രവർത്തനം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ വി എം ഗോപിനാഥൻ കോട്ടയം, നമ്മുടെ കാവടി പ്രൊഫഷൻ്റെയൊക്കെ മൊത്തം ചുമതല വഹിക്കുന്ന ഗോപിനാഥൻ നായർ. പിന്നെ നമ്മുടെ പബ്ലിസിറ്റിയുടെ എല്ലാം ചുമതല വഹിക്കുന്ന എം ശങ്കർ ഫ്രണ്ടില് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഒരു മഹാസമാധി പ്രാപിച്ചിട്ട് 115 വർഷം കഴിഞ്ഞാണ്. അദ്ദേഹം സാധാരണ യോഗി വര്യന്മാരെ പോലെ സമാധി, അതായത് പ്രാണൻ വെടിഞ്ഞിട്ട് കല്ലറ കെട്ടി അതിന്റെ കുങ്കുമവും ഭസ്മവും കർപ്പൂരമൊക്കെ ഇടുന്ന അതുപോലെയാണ്. അദ്ദേഹം സ്വയം 96-ാമത്തെ വയസ്സിൽ ബ്രിട്ടീഷ് റെസിഡൻസി മാനേജർ ഉദ്യോഗം വഹിച്ചിട്ട് ഒരാഴ്ചക്ക് മുമ്പ് മൂലം തിരുനാളോട് പറയാൻ ഞാൻ സ്വസ്ഥമായിരിക്കാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മൂലം തിരുനാൾ മനസ്സിലായില്ല. സ്വസ്ഥമായ അദ്ദേഹം റിട്ടയർമെന്റ് ചോദിക്കുകയാണ്. വാസ്തവത്തിൽ അദ്ദേഹം ബ്രിട്ടീഷ് റെസിഡന്റ് മാനേജറായിട്ട് വരുന്നത് 60-ാമത്തെ വയസ്സിലാണ്, 1873. പിന്നെ 36 കൊല്ലം ഇരിക്കുകയാണ്. അതിന് മുമ്പുള്ള ചരിത്രങ്ങളെല്ലാം ഞാൻ ലേഖനത്തിൽ തന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അന്ത്യനാളുകൾ നമ്മൾ മനസ്സിലാക്കിയപ്പോഴാണ് അത് എല്ലാവർക്കും സാധ്യമാവുന്നതല്ല. അദ്ദേഹം ഒരാഴ്ചക്ക് മുമ്പ് തന്റെ അറയില് ധ്യാനത്തിൽ ഇരുന്നിട്ട് നാളെ സമാധി ആണെങ്കിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് വെളിയിൽ വരികയും അവിടെ കൂടിയിരുന്ന സ്വയംപ്രകാശിനിയമ്മ, ദുർഗത്തമ്മ തുടങ്ങിയ ശിക്ഷകങ്ങളുടെ കാര്യങ്ങൾ പറയുകയും പുതിയ ഒരാൾക്ക് ഉപദേശം കൊടുക്കുകയും ചെയ്തു. ശിവരാജ് യോഗമാണ് അദ്ദേഹം ഉപദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ പണിയാണ് ശരിയ. അതിനകത്താണ് ഈ മന്ത്രയോഗം മന്ത്രങ്ങളും ഉപാസനകളും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ പ്രാക്ടിക്കൽ സൈഡ് ഭാഗ്യമുണ്ട്, ആന്തരികമുണ്ട്. ഭാഗ്യത്തിലാണ് നമ്മൾ പൂജകളും യജ്ഞങ്ങളും ഹോമങ്ങളും ഒക്കെ തന്നെ ഭാഗ്യമായ ക്രിയകളാണ്. ആന്തരിക ക്രിയയാണ് നമുക്ക് പ്രാധാന്യം. അത് കഴിഞ്ഞിട്ട് സമയാചാരത്തിലുള്ള ധ്യാന മുറകളാണ് യോഗത്തിൽ പറയുന്നത്. ആസനങ്ങളും പ്രാണായാമങ്ങളും യോഗം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ പരമാത്മാവായിട്ട് ലയിക്കുന്ന കുറെ ബന്ധങ്ങളും മുദ്രകളും ധ്യാനക്രമങ്ങളും. ചട്ടമ്പി സ്വാമികളും നാരായണനും ഒക്കെ വളരെ ചെറുപ്പത്തിലെ അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ വരികയും ആദ്യത്തെ ക്രമം അനുസരിച്ച് ഇവർക്കെല്ലാം മന്ത്രവിക്ഷമൊക്കെ ചെയ്തതായിട്ട് ചരിത്രം. പിന്നെ ഊഹാപോഹങ്ങളിൽ അടിസ്ഥാനമാക്കിയാണ് ഇന്നിപ്പോ ഗുരു ശിഷ്യ വിവാദങ്ങൾ വന്നിരിക്കുന്നത്. അയ്യാവിനെ കുറിച്ച് പറയുന്നതോ പാടുന്നതോ പൊഴുത്തുന്നതോ അല്ലെങ്കിൽ ശിഷ്യരെ കർശനമായി വിലക്കിയത് അത് ഈ ശിവരാജയോഗത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നാനേ പോയി എന്ന് അൻപും പോയി എന്ന് പേച്ചും പോയി അതാ ചൊന്നമായി ചെയ്താൽ അത് ശിവകർണാമേ എന്നുള്ള ലാസ്റ്റ് മാന്യവാദം തിരുവനന്തപുരം ചൊല്ലിയിട്ടാണ് അതിന് സമാധിക്ക് ഇവിടെ കല്ലറയിലെല്ലാം കെട്ടിയിട്ട് സ്വയം ഇവിടെ വന്ന് ആ കല്ലറയിൽ ഇരിക്കാനായിട്ട് അദ്ദേഹം ഭാവിച്ചപ്പോ
കൊട്ടാരത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ സന്താനങ്ങളും ഭാര്യയും ഇതെല്ലാം തടഞ്ഞതാണ്. ഈ രാത്രി അന്ന് 8 മണിയാണ്. 8 മണിക്ക് അദ്ദേഹം വസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ച് കൗപീനം മാത്രം എടുത്തുകൊണ്ട് ശ്മശാനത്ത് ചെല്ലാനായിട്ട് ഭാഗ്യപ്പോ മറ്റുള്ളവരെ തടസ്സം പറയുകയും എന്നാൽ ഇപ്പൊ തന്നെ കർക്കിടക ജ്യോതിസ് ആ ജ്യോതിഷനെ നോക്കിക്കൊണ്ടാണ് ഈ മാണിക്യവാദം എത്തിക്കൊണ്ടിരുന്നത്. ഇതിന്റെ ഒരു വിവരണം കുമാരനാശാൻ യുവോദയത്തിൽ അന്നത്തെ 1909 പതിപ്പില് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഒരു വാക്യം പറയുന്നുണ്ട്. എല്ലാ യോഗിമാരും മഹാന്മാരും ഒക്കെ പറയുന്നവര് അവസാനം പ്രാണം വെടിഞ്ഞിട്ട് ശരീരം ചീഞ്ഞഴിയുന്ന രീതിയിൽ കർപ്പൂരാകുന്നത്. ഇത് അങ്ങനെയല്ല. സ്വയം ആകെപ്പോയി ഇരിക്കാനായിട്ടുള്ള ആ ജീവിതത്തിന്റെ തുരുത്ത്, ജീവൻ പുറത്തു പോകുന്നില്ല ഒന്നില്ല. അതിന്റെ ഒരു തെളിവ് കൂടെയാണ് 115 വർഷം കഴിഞ്ഞിട്ടും യാതൊരു രാഷ്ട്രീയത്തിന്റെയോ കമ്മ്യൂണിറ്റിയുടെയോ യാതൊരു പിൻബലവും ഇല്ലാതെ ഏകദേശം 34 കൊല്ലം ആ സുനാമിയിൽ ആരും പോയില്ലായിരുന്നു. പിൽക്കാലത്ത് ഇതിന് വഴി ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആ പ്രസൻസ് ഭക്തജനങ്ങൾക്കെല്ലാം അനുഭവപ്പെടുകയും അതൊക്കെ ഗോവിന്ദനാരൊക്കെ അവിടെ ഭക്തജനങ്ങളിൽ നിന്ന് വന്നതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യ പരമ്പര എന്ന് പറയാനായിട്ട് ശ്രീവ്യാശ്രമം, പത്മനാശ്രമം, ഇവരുടെ എല്ലാം സ്വാമിക്ക് ഗൃഹസ്ഥാശ്രമിയായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരയുണ്ട്. എല്ലാവരും കൂടെ ചേർന്ന ഒരു ട്രസ്റ്റാണ് ഇപ്പോൾ നടത്തുന്നത്. രാഷ്ട്രീയമോ കമ്മ്യൂണിറ്റി ടീമോ എല്ലാ കമ്മ്യൂണിറ്റിയിലും ഞങ്ങൾക്ക് സ്വാമിയുടെ കുടുംബങ്ങളുണ്ട്. ശിവേരി പ്രസിഡന്റാണ്. അതുപോലെ രാജകുടുംബാംഗങ്ങളുണ്ട്. രാജകുടുംബത്തിന്റെ സെക്രട്ടറി അതിരിക്കട്ടെ. ഇനി പ്രധാനമായിട്ടും 115-ാമത്തെ വാർഷികം നടക്കുകയാണ്. പ്രസൻസ് അവിടെ ഉണ്ടാകണം. ഇത് സാധാരണ ഒരു അമ്പലത്തിൽ നടക്കുന്ന മാതിരിയല്ല. സച്ചിദാനന്ദ സ്വാമിയുടെ ഉദ്ഘാടനമുണ്ട്. അത് 5-ാം തീയതിയാണ്. അവിടെ വൈദിക ചടങ്ങുകളുമുണ്ട്. ഹോമങ്ങള് 4-ാമത് വൈകുന്നേരത്തെ അടിയഹോമമുണ്ട്. ശൈവപരമായിട്ടുള്ള എല്ലാ പൂജകളും ഹോമങ്ങളും അവിടെയുണ്ട്. വൈഷ്ണവവും ശൈവവും തമ്മിൽ നമുക്ക് വ്യത്യാസമൊന്നുമില്ല. എല്ലാത്തിന്റെയും ഏകീകരണമാണ് അവിടെ ശിവരാത്രി ഉദ്ദേശിക്കുന്നത്. ഒന്നിനെയും നിഷേധിക്കുന്നില്ല, ഒന്നിനെയും ആക്ഷേപിക്കുന്നില്ല. വിഗ്രഹ ആരാധനയുമുണ്ട്, അരൂപ ആരാധനയുണ്ട്, അതിനപ്പുറവും. സ്വാമിയുടെ ശിഷ്യന്മാരിൽ തന്നെ കുളമ്പുരി മസ്ഥാനത്ത് മക്കളിലൊക്കെയുണ്ട്, ചക്കല പെരുമാറുന്നുണ്ട്. ഇവർക്കെല്ലാം ഖുർആന്റെ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. മറ്റുള്ളവരിടത്തും അറിയാത്ത രീതിയിലുള്ള രഹസ്യങ്ങൾ സ്വാമികൾക്ക് പറഞ്ഞു കൊടുത്തതും അവർക്ക് സുബ്രഹ്മണ്യ അല്ലെങ്കിൽ ശിവന്റെ ഉപാസനകൾ കൊടുത്തുവന്നൊക്കെ കാണുന്നു. കാരണം പിന്നീട് ഇവര് രചിച്ച പാടലുകൾ ചക്കല പെരുമോഹനായാലും കുളമ്പുരി മസ്ഥാനായാലും അവരുടെ രചിച്ച കാവ്യങ്ങളെല്ലാം നോക്കിയാൽ എല്ലാം ശിവശിവാണ്. അത്ര രീതിയിൽ ഒരു ലോകം മുഴുവൻ അറിയപ്പെടേണ്ട ആദരിക്കേണ്ട ഒരു മഹാത്മാവ് ആരും അറിയാതെ ശ്മശാനത്തിന്റെ ഏകദേശം ചുറ്റും ശ്മശാനമാണ്. അതിന്റെ നടുക്കാണ് സമാധി കല്ലറ. കൊട്ടാരത്തിൽ നിന്ന് അവർ ഈ കല്ലറയൊക്കെ കെട്ടിയെടുത്തിട്ട് ശിവക്ഷേത്രമൊക്കെ പണിതത്. അതിപ്പോ അയാൾക്ക് ട്രസ്റ്റ് പുനരുദ്ധീകരിച്ച് ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് സ്വാമിയുടെ പേരില് വെള്ളിക്കാങ്ങി ഈവൻ അനധികൃത മാർഗത്തിൽ പണം സമ്പാദിക്കുന്നവരെയൊന്നും ഞങ്ങളെല്ലാം ചേർത്തിട്ടു. നേരായ മാർഗത്തിൽ വ്യവസായികളായ പെരുമാറുന്ന ആളുകൾ ഞങ്ങളെല്ലാം കുടുംബക്കാരുമാണ്. എത്രയോ വർഷം ഇതൊന്നും വെളിയിൽ പരസ്യമില്ല. ഞങ്ങളുടെ ക്രിസ്ത്യനകത്ത് മുൻഗണനകത്ത് ആ രീതിയിൽ ആന്തരികമായിട്ടുള്ള സ്ട്രിക്റ്റ് ആസ്പിരിറ്റി ഉള്ളവരെയാണ് കൊടുക്കുന്നത്. എല്ലാ കമ്മ്യൂണിറ്റിക്കാരുണ്ട്, ബ്രാഹ്മിൻസുണ്ട്, എല്ലാവരും ചേർന്നെന്നാണ് സ്വാമി. ഇപ്പൊ 4-ാം തീയതി വൈകുന്നേരത്തിലുള്ള വൈദിക കർമ്മങ്ങൾ 5-ാം തീയതി ഇതുപോലെ രാവിലെ പൂജകളും എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം അനുസ്മരണ സമ്മേളനം ഗുരുവിനെ കുറിച്ച് ഈ പരമ്പരയിലുള്ളവരും പ്രധാനമായിട്ടും കൊട്ടാരത്തിലുള്ളവരും കുടുംബം പരമ്പരാശ്രമം ഇവരെല്ലാം വന്നിട്ട് സ്വാമിക്കാരുടെ
6-ാം തീയതി ഒരു ചടങ്ങ് വെച്ചിട്ടുണ്ട്. അതായത് സ്വാമി താമസിച്ചിരുന്ന തൈക്കാട് നാണാമുക്ക ഒരു അമ്മ പോകുന്നുണ്ട്. അവിടെ വെച്ചാണ് ദേവി ദർശനം ശങ്കരാചാര്യർക്ക് കിട്ടിയ മാറ്റി സ്വാമിക്ക് അവിടെ നിന്ന് ദർശനം കിട്ടുന്നതാണ് പറയുന്നത്. അപ്പൊ അവിടെ ഒരു ക്ഷേത്രമുണ്ട് നാണാമുക്ക. അവിടെ നിന്നിട്ട് കൊച്ചു കുട്ടികളെ കാവടിയെടുത്ത് അനുഗ്രഹിച്ച് തൈക്കാട് നാണാമുക്ക തിരിച്ച് വൃത്തിയായി സമാധികൾ. അപ്പൊ അങ്ങനെ കുമ്പാഭിഷേകം കാര്യങ്ങളുണ്ടാകും. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് പ്രധാനമായിട്ടുള്ള ദീപം വെച്ചിട്ടുള്ള പൂജകളെല്ലാം ഉണ്ട്. കാവടി ഘോഷയാത്ര, ഉച്ചയ്ക്ക് അന്നദാനം, ഇങ്ങനെയുള്ള ചടങ്ങുകളെല്ലാം കാണിക്കാം. അവസാനിക്കുന്നത് പ്രസൻസ് അവിടെ വേണം. അത് മാത്രമല്ല, ഇതിനെക്കുറിച്ച് ഇപ്പോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയ രീതിയിൽ പ്രചരണം ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇതുവരെ ഇങ്ങനെ പത്രത്തിൽ കൊടുക്കുകയോ പ്രസാരം ചെയ്യും ചെറിയ രീതിയിൽ ഇത് ചിലപ്പോൾ ഈശ്വരയുടെ പത്രത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിപുലമായിട്ട് ലേഖനം തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ലേഖനത്തിനെ ആസ്പദമാക്കി എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുന്നത് ചോദിക്കും. അനുസ്മരണ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് സച്ചിദാനന്ദ സ്വാമികളാണ്. പ്രഭാഷണം നടത്തുന്നത് ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ബ്രഹ്മശ്രീ ശുഭാനന്ദ, പിന്നെ മുൻ സെക്രട്ടറി ബ്രഹ്മശ്രീ സാന്ദ്രാനന്ദ സ്വാമികൾ. ഇപ്പോൾ അദ്ദേഹം അങ്ങിപ്പുറത്തിന്റെ പ്രതിനിധിയാണ്. പിന്നെ പാലസിന്റെ പ്രതിനിധിയായിട്ട് ബാബുനാരായണൻ സാറുണ്ട്. പത്മനാഭസ്വാമി പ്രതിനിധി ശംഭു കുമ്പളത്തുണ്ട്. കുളത്തൂർ ആശ്രമത്തിന്റെ പ്രതിനിധിയായിട്ട് ജ്യോതിന്ദ്രകുമാറുണ്ട്. അയ്യാഗുരുവിന്റെ കുടുംബ പ്രതിനിധിയായിട്ട് നാദർവാണിന്റെ കൃഷ്ണകുമാറുണ്ട്. മണക്കാട് ആർ പത്മനാഭൻ ജെയിംസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. മെഡിസിറ്റി എം ഡി എം.എസ്. ഫൈസൽ ഖാൻ, പിന്നെ തേക്കാട് കൗൺസിലർ ടി. മാധവൻ. ഇത്രയും പേരാണ് അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇതിന്റെ നോട്ടീസും ഡീറ്റെയിൽസും നിങ്ങൾക്ക് തരുന്നുണ്ട്. അതൊന്ന് കവർ ചെയ്യണം. അതുപോലെ കാവടി പിറ്റേ ദിവസം 6-ാം തീയതി കാവടി ഉദ്ഘാടനം ചെയ്യുന്നത് അശ്വതീർണ തമ്പുരാട്ടിയാണ്. രാവിലെ 7:00 സമാധിയിൽ വന്നിട്ട് അവിടെ സ്വാമിയുടെ ബിംബത്തിലെ പുഷ്പാർച്ചന ആരാധന ചെയ്തിട്ട് കാവടി ഉദ്ഘാടനം ചെയ്യും. കാവടി പിന്നീട് ഈ കുട്ടികളെ ദാനാവക്കിനാണ് തിരിക്കുന്നത്. അവിടെ തിരിക്കുമ്പോൾ 9:30 തിരിച്ച് ഇവിടെ എത്തുമ്പോൾ 10:30 കുംഭാഭിഷേക പാഠ്യങ്ങളുണ്ട്. അതായത് വെള്ളാള മഹാസഭയുണ്ട്. അതില് മണക്കാട് പത്മനാഭൻ ഞങ്ങളുടെ ഒരു മെമ്പറാണ്. അപ്പൊ അദ്ദേഹം എന്നെ ക്ഷണിച്ചിരുന്നു. അതിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ പോയി അറ്റൻഡ് ചെയ്തിരുന്നു. പ്രസ് ക്ലബിൽ ഇവിടെ വെച്ചുകൊണ്ടായിരുന്നു. അപ്പൊ അവര് തമ്മിൽ കോർഡിനേറ്റ് റിലേഷൻ വ്യത്യസ്തമാണ്. ഞാൻ ആ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, തേക്കാട് അയ്യാവ് എന്നാണ് നമ്മുടെ സ്വാമിയുടെ പേര്. തേക്കാട് അയ്യാവ്. അത് ലോപിച്ചാണ് തേക്കാട് അയ്യാവ്. തേക്കാട് അയ്യാവ് എന്ന് പറയുന്നത് വെളിപ്പേരാണ്. കൊട്ടാരത്തിൽ നിന്ന് എല്ലാവരും പുതിയ സൂപ്രണ്ട് സ്വാമി എന്ന് പറയും, അല്ലെങ്കിൽ ശിവഗിരിയിൽ നിന്ന് പോയാൽ അവൻ അയ്യാവ് സ്വാമി എന്ന് പറയും. ചരിത്രത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം ഉപാസനയുടെ ഭാഗമായിട്ട് ശ്രീവല്ലിപുത്തൂർ, കൊടുങ്ങല്ലൂർ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ അർദ്ധരാത്രിയുടെ ഒരു തപസ്സിരിക്കുമായിരുന്നു. ധ്യാനനിരതരായിരിക്കുമ്പോ അവിടെ നിന്ന് ശക്തി വിശേഷം സാന്നിധ്യം അനുഭവപ്പെടുകയും അങ്ങനെ അശരീരി പ്രകാരം അതേ അനന്തശയനത്തിൽ വരികയാണ്. അനന്തശയനത്തിൽ വന്നിട്ടാണ് ഈ ദേവി ദർശനമൊക്കെ അദ്ദേഹത്തിന് കിട്ടുന്നത്. ഈ സമയത്ത് ഇവിടെ മഹാരാജാവ് സ്വാമിയിരുന്നാണ്. സ്വാമിയിരുന്നാണ് ഇദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കുകയും കൊട്ടാരത്തിൽ ക്ഷണിക്കുകയും അവർ തമ്മിലെ യോഗ വേദാന്തപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അയ്യാഗുരുവിന്റെ ഗുരുക്കന്മാര് സ്വപ്ന ദർശനത്തില് ഇങ്ങനെ കന്യാകുമാരി ഭാഗത്ത് നിന്നൊരു മഹാത്മാവ് അല്ലെങ്കിൽ ഭാവിയിൽ മഹാത്മാവ് ആകേണ്ടവരാണ്, അവിടെ കഷ്ടപ്പെടുന്നു, അദ്ദേഹത്തിന് ചെയ്യണം എന്ന് ഇദ്ദേഹത്തിന് സ്വപ്ന ദർശനം കിട്ടുന്ന അനുസരിച്ച് മഹാരാജാവിനോട് അദ്ദേഹം അന്വേഷിച്ചു. ഇങ്ങനെ കന്യാകുമാരി നായകനിവിടെ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ മുത്തുക്കുട്ടി എന്നും പറഞ്ഞ ഒരാള് ശിങ്കാരത്തോപ്പിൽ ജയിലിൽ കിടപ്പുണ്ട്. അപ്പൊ അദ്ദേഹം പോയി നോക്കുമ്പോ ആള് മുഴുവൻ മനസ്സിലായി. മഹാരാജാവിന്റെ അടുത്ത് പറഞ്ഞ് റിലീസ്
അദ്ദേഹത്തിന് അയ്യാ ഗുരു യോഗ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് ഞങ്ങളുടെ രേഖയില്. പക്ഷെ അവൻ നേരെ തിരിച്ചാണ്. അദ്ദേഹം അയ്യാഗുരുവിനെ പഠിപ്പിച്ചു. അയ്യാഗുരുവിനെ ഗുരുക്കന്മാര് സച്ചിദാനന്ദ മഹാരാജും തെറ്റി പ്രദേശിയും അദ്ദേഹം 12 വയസ്സ് തൊട്ട് മദ്രാസിലാണ് ജനനം. അവിടെയാണ് കാര്യങ്ങൾ. ഇതൊരു എങ്ങനെയോ തെറ്റായിട്ട് മനസ്സിലാക്കി അവരങ്ങനെ രേഖപ്പെടുത്തി. അതിനൊന്നും നമ്മൾ മറുപടി പറയാൻ പോയിട്ടില്ല. ഇതിൽ ആദ്യമായിട്ടാണ് എന്റെ ലേഖനത്തിൽ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. അതൊന്ന് വായിച്ചാൽ